കയറി മാസം 3 തികഞ്ഞപ്പോഴേക്കും അമേരിക്കൻ ജനതയ്ക്ക് ഏറെക്കുറെ കാര്യങ്ങൾ മടുത്തു കഴിഞ്ഞു. ഇനി അടുത്ത 4 വർഷത്തേക്ക് അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് തുടരുന്നതിനോട് യോജിക്കാൻ പലർക്കുമാകുന്നതേയില്ല. കാട്ടുതീയും പ്രളയവും കൊടുങ്കാറ്റും ഭൂകമ്പവും വരാനിരിക്കുന്ന സാമ്പത്തിക മാന്ദ്യവും ഒക്കെ തന്നെ താറുമാറാക്കിയ അമേരിക്കയെ കൈപിടിച്ചുയർത്താൻ ശേഷിയുള്ള ആളാണ് അമേരിക്കയുടെ ഇന്നത്തെ പ്രസിഡന്റ് എന്ന ധാരണയൊന്നും അവർക്ക് ലെവലേശമില്ല. അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യവുമായി ഭരണത്തിലേറി അമേരിക്കക്കാരുടെ മൊത്തം വെറുപ്പും സമ്പാദിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്താണ് ശരിക്കും ഭരണത്തിൽ ട്രംപിന് സംഭവിച്ചത്? നമുക്ക് പരിശോധിക്കാം. ഒപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണ് ട്രംപിന് സംഭവിച്ചത് എന്ന നിങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ തന്നെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണേ. സ്വതന്ത്ര വോട്ടർമാർക്കിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അംഗീകാര റേറ്റിംഗ് റെക്കോർഡ് താഴ്ചയിലെത്തിയതായിട്ടാണ് ന്യൂസ് വീക്കിന്റെ റിപ്പോർട്ട് പുറത്തു വന്നതോടെ ആഗോളതലത്തിൽ തന്നെ ട്രംപ് വിരുദ്ധ ചർച്ച തുടങ്ങിയിട്ടുണ്ട്. ദേശീയ തിരഞ്ഞെടുപ്പുകൾ തീരുമാനിക്കുന്നതിൽ നിർണായക വോട്ടുകളായ സ്വതന്ത്രരിൽ നിന്നുള്ള ഈ പിന്തുണക്കുറവ് ട്രംപിന്റെ ബലം കുറയുന്നതിന്റെ ആദ്യ സൂചനയാണെന്ന് വ്യക്തവുമാണ്. ഏപ്രിൽ 2 നടന്ന ട്രംപിന്റെ വ്യാപകമായ താരിഫ് പ്രഖ്യാപനമാണ് ഈ ഇടിവിന് കാരണമെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. 2025 ജനുവരിയിൽ 2ാം തവണ അധികാരമേറ്റതിനു ശേഷം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ജനപ്രീതി കുറഞ്ഞു വരികയാണ് എന്നത് വളരെ കറക്റ്റാണ്. വിവിധ വോട്ടെടുപ്പുകൾ പ്രകാരം 47% മുതൽ 49% വരെയുള്ള അംഗീകാര റേറ്റിംഗുകളോടെയാണ് അദ്ദേഹം തന്റെ കാലാവധി ആരംഭിച്ചതെങ്കിലും സമീപകാല സംഭവ വികാസങ്ങൾ പൊതുജന പിന്തുണയിൽ ശ്രദ്ധേയമായ കുറവുണ്ടാക്കിയെന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സ്വതന്ത്രരുടെ ഇടയിൽ നിന്നുള്ള പിന്തുണ കുറയുന്നത് ട്രംപിന്റെ രാഷ്ട്രീയ ഭാവിക്കും അതുപോലെ 2026 മിഡ് ടേമിലേക്ക് കടക്കുമ്പോഴുള്ള പാർട്ടിയുടെ നിലനിൽപ്പിനെയും ബാധിക്കുമെന്നും ഇതിൽ റിപ്പബ്ലിക്കന്മാർക്ക് ആശങ്കയുള്ളതായിട്ടും റിപ്പോർട്ട് പറയുന്നു. അദ്ദേഹത്തിന്റെ താരിഫ് നയം തന്നെയാണ് ഈ ഇടിവിന്റെ പ്രധാന കാരണമാണെന്ന് പറഞ്ഞല്ലോ. ഈ താരിഫുകൾ സാമ്പത്തിക അസ്ഥിരതയ്ക്ക് കാരണമാവുകയും ഉപഭോക്തൃ വില വർധനവിനും വിപണിയിലെ ചാഞ്ചാട്ടത്തിനും കാരണമാവുകയും ചെയ്തതായി വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. പൊതുജനാഭിപ്രായം മോശമായതിനാൽ ഈ നയങ്ങൾ മാന്ദ്യത്തിന് കാരണമാകുന്നുവെന്ന് പലരും ഭയപ്പെടുന്നു. സാമ്പത്തിക വിഷയങ്ങളിൽ സ്വതന്ത്രരുമായുള്ള ട്രംപിന്റെ നിലപാട് വഷളായതും സംഭവത്തെ ബാധിച്ചിട്ടുണ്ട്. CNN പോൾസ്റ്റർ ഹാരി എൻഡിന്റെ അഭിപ്രായത്തിൽ സ്വതന്ത്രർക്കിടയിലുള്ള ട്രംപിന്റെ മൊത്ത അംഗീകാര റേറ്റിംഗ് 2017 -16% നിന്ന് 2025 -22% മാറിയിട്ടുണ്ട്. ഇത്ര ചെറിയ കാലയളവിനുള്ളിലാണ് ട്രംപിന്റെ സ്വാധീനം ഇത്രയ്ക്ക് കുറഞ്ഞതെന്നതും ഓർക്കണം. സ്വതന്ത്രരിൽ ട്രംപിന് ഏറ്റവും കുറഞ്ഞ റേറ്റിംഗ് ആണ് ലഭിച്ചതെന്നാണ് സമീപകാല വോട്ടെടുപ്പുകൾ കാണിക്കുന്നത്. ഏപ്രിൽ 7 മുതൽ 10 തീയതികളിൽ നടത്തിയ യൂഗോവ് പോളിൽ 30% അംഗീകാരവും 61% എതിർപ്പും മാത്രമാണ് രേഖപ്പെടുത്തിയിരുന്നത്. ഏപ്രിൽ 13, 15 തീയതികളിൽ നടന്ന മറ്റൊരു യുഗോവ് സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്ന പോളിൽ 32% അംഗീകാരവും 56% എതിർപ്പും ലഭിച്ചു. കൂടാതെ ലാറ്റിനോ വോട്ടർമാരും 30 വയസ്സിന് താഴെയുള്ള അമേരിക്കക്കാരും ഉൾപ്പെടെ പ്രധാന വോട്ടർ ജനസംഖ്യാശാസ്ത്ര വിഭാഗങ്ങൾക്കിടയിൽ ട്രംപിന്റെ അംഗീകാര റേറ്റിംഗുകൾ കാര്യമായ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ 2ാം ടേമിന്റെ തുടക്കം മുതൽ അദ്ദേഹത്തിന്റെ മൊത്തം അംഗീകാരം 16.9% കുറഞ്ഞു. റിപ്പബ്ലിക്കന്മാരുടെ ശക്തമായ പിന്തുണ അദ്ദേഹം നിലനിർത്തുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ മൊത്തത്തിലുള്ള അംഗീകാര റേറ്റിംഗുകൾ മുൻ പ്രസിഡന്റുമാരെ അപേക്ഷിച്ച് സമാന ഘട്ടങ്ങളിൽ കുറവ് തന്നെയാണ്. വിവാദപരമായ നയങ്ങളുടെയും മാറിക്കൊണ്ടിരിക്കുന്ന പൊതുജനാഭിപ്രായത്തിന്റെയും സംയോജനം ട്രംപിന്റെ ജനപ്രീതി കുറയുന്നുവെന്ന് സൂചിപ്പിക്കുന്നതാണ്. മാത്രവുമല്ല, റിപ്പബ്ലിക്കൻ നേതൃത്വം പോലും ട്രംപിന്റെ താരിഫ് നയങ്ങൾ അമേരിക്കയിൽ സാമ്പത്തിക മാന്ദ്യത്തിന് കാരണമാകുമെന്ന് പറഞ്ഞ ഘട്ടത്തിൽ നിന്നു തന്നെയാണ് നമ്മൾ അതിനെയൊക്കെ നോക്കിക്കാണേണ്ടത്. ട്രംപിന്റെ ആക്രമണാത്മക സാമ്പത്തിക അജണ്ട, പ്രത്യേകിച്ച് വിമോചനതര താരിഫുകൾ നടപ്പിലാക്കിയത് ഒരു പ്രധാന വഴിത്തിരിവ് തന്നെയായിട്ടുണ്ട്. അമേരിക്കൻ വ്യവസായത്തെ സംരക്ഷിക്കുന്നതിനും വിദേശ ഉൽപ്പന്നങ്ങളോടുള്ള ആശ്രിതത്വം കുറയ്ക്കുന്നതിനുമുള്ള ഒരു ധീരമായ നീക്കമായി പ്രചരിപ്പിച്ച ഈ വ്യാപകമായ താരിഫുകൾ പകരം വ്യാപകമായ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അമേരിക്കൻ വ്യവസായത്തെ സംരക്ഷിക്കുന്നതിനും വിദേശ ഉൽപ്പന്നങ്ങളോടുള്ള ആശ്രിതത്വം കുറയ്ക്കുന്നതിനുമായി വളരെ ധീരമായ ഒരു നീക്കമായി പ്രചരിപ്പിച്ച പുതിയ താരിഫ് വർധനവ് കാര്യങ്ങളെ വലിയ മോശമായിട്ടാണ് ബാധിച്ചത്. വ്യാപകമായ പ്രത്യാഘാതങ്ങളാണ് ഇത് ഉണ്ടാക്കിയെടുത്തത്. നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചുയർന്നു. തൊഴിലാളി മധ്യവർഗ കുടുംബങ്ങളിൽ സാമ്പത്തിക സമ്മർദ്ദം ചെലുത്തി. ഒരു ദേശീയ സാമ്പത്തിക വിജയം എന്ന നിലയിൽ ഉദ്ദേശിച്ചത് പണപ്പെരുപ്പത്തെയും സാമ്പത്തിക അസ്ഥിരതയെയും കുറിച്ചുള്ള ഭയത്തിന് കാരണമായി. ഈ നയങ്ങൾ അവരുടെ താൽപ്പര്യങ്ങൾ നിറവേറ്റുന്നുണ്ടോ എന്ന് പല അമേരിക്കക്കാരും ഇപ്പോൾ ചോദ്യം ചെയ്യാനും ആരംഭിച്ചു കഴിഞ്ഞു.
സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനും അമേരിക്കൻ തൊഴിലുകൾ സംരക്ഷിക്കുന്നതിനുമുള്ള വാഗ്ദാനങ്ങൾക്കായി മുമ്പ് ട്രംപിനെ പിന്തുണച്ച വോട്ടർമാർക്കിടയിൽ ഈ സാമ്പത്തിക തിരിച്ചടി പ്രത്യേകിച്ചും ദോഷകരമായിട്ട് തെളിയുകയും ചെയ്തിട്ടുണ്ട്. പോരാട്ടപരമായ വാചോടോപത്തിലും ധ്രുവീകരണ നേതൃത്വത്തിലും പ്രസിഡന്റ് തുടർച്ചയായി ആശ്രയിക്കുന്നത് ഒരുപോലെ പ്രധാനം തന്നെയാണ്. രാഷ്ട്രീയ മാനദണ്ഡങ്ങൾക്കെതിരായ ഒരു നവോന്മേഷകരമായ വെല്ലുവിളിയായി ഒരിക്കൽ കാണപ്പെട്ടിരുന്ന അദ്ദേഹത്തിന്റെ ഈ ഒരു ശൈലി ദുർബലമാകാൻ തുടങ്ങിയതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഭിന്നിപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം രാജ്യത്തെ ഏകീകരിക്കുന്നതിന് പകരം ട്രംപ് രാഷ്ട്രീയ എതിരാളികളുമായും മാധ്യമങ്ങളുമായി സ്വന്തം പാർട്ടിയിലെ അംഗങ്ങളുമായി പോലും സംഘർഷത്തിൽ കുടുങ്ങിക്കിടക്കുന്ന കാഴ്ചയാണ് അമേരിക്കൻ ജനതയ്ക്ക് മുമ്പിൽ തെളിഞ്ഞു വരുന്നത്. നയപരിഹാരങ്ങളെക്കാൾ പ്രതികാര നടപടികളിലും പ്രത്യയശാസ്ത്ര വിരുദ്ധതയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അദ്ദേഹത്തിന്റെ പൊതുസംവാദം കൂടുതൽ പ്രകോപനമായിട്ട് വളരുകയാണ് ചെയ്യുന്നത്. മിതവാദികളായ പലർക്കും സ്വതന്ത്രർക്കും ഇത് വർദ്ധിച്ചു വരുന്ന ക്ഷീണത്തിനും നിരാശയ്ക്കും കാരണമായിട്ടുണ്ട്. ജനസംഖ്യാ വ്യതിയാനങ്ങളും ട്രംപിന്റെ അംഗീകാരം കുറയ്ക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. മുൻ തിരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹത്തിൽ നിന്ന് അകന്നു നിന്ന യുവ വോട്ടർമാർ കാലാവസ്ഥാ പ്രശ്നങ്ങൾ, സാമൂഹിക നീതി, ഡിജിറ്റൽ നയം എന്നിവയോടുള്ള അദ്ദേഹത്തിന്റെ സമീപനത്തിൽ വർദ്ധിച്ചു വരുന്ന അതൃപ്തി പ്രകടിപ്പിച്ച് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം 2020 തെരഞ്ഞെടുപ്പിൽ ട്രംപ് നേട്ടമുണ്ടാക്കിയ ഒരു ഗ്രൂപ്പായിരുന്ന ലാറ്റിനോ വോട്ടർമാർ ഇപ്പോൾ അതായത് ഈ സാഹചര്യത്തിൽ അസംതൃപ്തിയുടെ ലക്ഷണങ്ങൾ കാണിക്കുന്നുമുണ്ട്. കുടിയേറ്റത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കടുത്ത നിലപാടും തൊഴിലാളി വർഗ സമൂഹങ്ങളെ ആനുപാതമല്ലാതെ ബാധിക്കുന്ന സാമ്പത്തിക നയങ്ങളും ചേർന്ന് ഈ നിർണായക വോട്ടർ ബ്ലോക്കുകൾക്കിടയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനത്തെ ദുർബലപ്പെടുത്തി എന്ന് വേണമെങ്കിൽ നമുക്കിതിൽ നിന്ന് വായിച്ചെടുക്കാം. ജനുവരി 6 ക്യാപിറ്റോൾ കലാപവുമായി ബന്ധപ്പെട്ട വ്യക്തികൾക്ക് മാപ്പ് നൽകാനുള്ള ട്രംപിന്റെ തീരുമാനവും വിവാദത്തിന് ആക്കം കൂട്ടുന്ന ഒന്നാണ്. അദ്ദേഹത്തിന്റെ 2ാം ടേമിന്റെ തുടക്കത്തിൽ പുറപ്പെടുവിച്ച ഈ മാപ്പുകൾ ജനാധിപത്യം, നീതി, ഉത്തരവാദിത്തം എന്നിവയെക്കുറിച്ചുള്ള ദേശീയ ചർച്ചകൾക്ക് വീണ്ടും തിരികൊളുത്തുകയാണ് ചെയ്തത്. പല അമേരിക്കക്കാർക്കും ഈ പ്രവൃത്തി രോഗശാന്തിക്കോ അടച്ചുപൂട്ടലിനോ ഉള്ള നീക്കമായിട്ടില്ല, മറിച്ച് അദ്ദേഹത്തിന്റെ ആദ്യ ടേമിന്റെ അവസാനത്തെ അടയാളപ്പെടുത്തിയ വിഭജനത്തിന്റെയും ജനാധിപത്യ സ്ഥാപനങ്ങളോടുള്ള അവഗണനയുടെയും തുടർക്കഥയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ സ്വന്തം രാഷ്ട്രീയ അടിത്തറയിലുള്ള ചിലർക്ക് പോലും ഈ നീക്കം അസ്വസ്ഥതയുണ്ടാക്കുന്നതായി കാണുന്നുണ്ട്. ഇത് അതിരുകടന്ന ഒരു ചുവടുവെപ്പായിട്ട് തന്നെയാണ് നമ്മൾ വായിച്ചെടുക്കേണ്ടത്. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഡൊണാൾഡ് ട്രംപ് ഒരു ദശാബ്ദത്തോളം സേവനമനുഷ്ഠിച്ചതിന് ശേഷം ജനസംഖ്യയുടെ ഒരു പ്രധാന ഭാഗം ക്ഷീണിതരായി കാണപ്പെടുന്നു എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ട്രംപ് കാലഘട്ടത്തിലെ രാഷ്ട്രീയത്തെ നിർവചിച്ചിട്ടുള്ള നിരന്തരമായ രോഷം, പ്രതിസന്ധി, ഏറ്റുമുട്ടൽ എന്നിവയ്ക്ക് ഇനി അതേ ഊർജം, ആകർഷണമോ ഇല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. സ്ഥിരത, ഐക്യം, പ്രായോഗിക നേതൃത്വം എന്നിവയ്ക്കുള്ള ആഗ്രഹം അമേരിക്കക്കാർ കൂടുതൽ പ്രകടിപ്പിച്ചു വരികയുമാണ്. കാര്യങ്ങൾ തടസ്സപ്പെടുത്താനും അതുപോലെ തന്നെ ആധിപത്യത്തിനുള്ള അവസരവും മുതലാക്കുന്ന ട്രംപിന്റെ നയത്തോട് അമേരിക്കക്കാർക്ക് വലിയ അസംതൃപ്തിയുമുണ്ട്. ചുരുക്കത്തിൽ ഡൊണാൾഡ് ട്രംപിന്റെ ജനപ്രീതി കുറയുന്നത് ഒന്നിലധികം പരസ്പരമായി ബന്ധപ്പെട്ട ഘടകങ്ങളുടെ ഫലമാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. വിവാദപരമായ താരിഫുകളുടെ സാമ്പത്തിക പതനം, ഭിന്നിപ്പിക്കുന്നതും ആക്രമണാത്മകവുമായ രാഷ്ട്രീയ ശൈലി, ജനസംഖ്യാപരമായ അതൃപ്തി, വിവാദപരമായ തീരുമാനങ്ങൾ, ശാന്തവും കൂടുതൽ ക്രിയാത്മകവുമായ നേതൃത്വത്തിനായുള്ള വർദ്ധിച്ചുവരുന്ന ദേശീയ ആഗ്രഹം, അദ്ദേഹത്തിന്റെ പ്രത്യയശാസ്ത്രവും അതുപോലെ തന്നെ പാർട്ടിയും അദ്ദേഹത്തിന് വലിയൊരു പിന്തുണയുടെ അടിത്തറ നൽകുന്നുണ്ടെങ്കിലും വിശാലമായ രാഷ്ട്രീയ ഭൂപ്രകൃതി അദ്ദേഹത്തെ ഒരിക്കൽ അധികാരത്തിലെത്തിച്ച രാഷ്ട്രീയത്തിന്റെ തീക്ഷ്ണമായ ബ്രാൻഡിൽ നിന്ന് മാറുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അതായത് അമേരിക്കയ്ക്ക് ട്രംപിനെ മടുത്തു എന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ചൈന, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളെ ലക്ഷ്യം വെച്ചിട്ടുള്ള ട്രംപിന്റെ താരിഫ് നയങ്ങളാണ് ഈ ഇടിവിന് ഒരു പ്രധാന ഘടകമെന്നും ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. 2024 തെരഞ്ഞെടുപ്പിൽ ട്രംപിന്റെ സഖ്യത്തിന്റെ പ്രധാന ആണിക്കല്ലായിരുന്നു ഈ സ്വതന്ത്രർ. എന്നാൽ അവരുടെ പിന്തുണയിലെ ഈ ഇടിവ് അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്തിനും ഭാവിയിലെ തെരഞ്ഞെടുപ്പുകളിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സാധ്യതകൾക്കും കാര്യമായ സ്വാധീനം ചെലുത്തിയേക്കാം. താരിഫ് പ്രശ്നത്തെക്കുറിച്ചുള്ള വോട്ടെടുപ്പിൽ ട്രംപിന്റെ തിരിച്ചടികൾ വ്യക്തമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഹാരിസ് എക്സ് പോൾ പ്രകാരം 37% സ്വതന്ത്രർ മാത്രമാണ് ട്രംപിന്റെ പുതിയ നിയമങ്ങളെ പിന്തുണയ്ക്കുന്നത്. 49% പേരാണ് ഇതിനെ എതിർക്കുന്നത്. എന്നിരുന്നാലും താരിഫുകൾ ആവശ്യമാണോ എന്നതിനെക്കുറിച്ചുള്ള സമ്മിശ്ര അഭിപ്രായങ്ങളും വരുന്നുണ്ട്. സ്വതന്ത്രരിൽ പകുതി പേരും ന്യായമായ ആഗോള വ്യാപാരത്തിന് അവ അനിവാര്യമാണെന്ന് വിശ്വസിക്കുന്നവരാണ്. അതേസമയം ബാക്കി പകുതി പേർ ഇതിനോട് വിയോജിക്കുന്നവരുമാണ്. ഒരു പ്രത്യേക കോൺഗ്രസ് പോളിൽ 50% സ്വതന്ത്രർ പരസ്പരം താരിഫുകളെ എതിർത്തപ്പോൾ 43% പേർ ഇതിനെ അനുകൂലിച്ചും രംഗത്തെത്തി. ഹാരിസ് എക്സിന്റെ അഭിപ്രായത്തിൽ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ ശരിയായ പാതയിലാണെന്ന് 26% പേർ മാത്രമേ ഇന്ന് വിശ്വസിക്കുന്നുള്ളൂ. യൂഗോവ് സാമ്പത്തിക ശാസ്ത്രജ്ഞന്റെ പോളിൽ ട്രംപ് സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനെ 50% പേർ അംഗീകരിക്കുന്നേയില്ല. 36% പേർ മാത്രമേ അതിനെ അംഗീകരിച്ച് രംഗത്തെത്തിയിട്ടുമുള്ളൂ എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. സ്വതന്ത്ര വോട്ടർമാർക്കിടയിൽ പണപ്പെരുപ്പത്തെക്കുറിച്ചുള്ള ആശങ്കകളും നിലനിൽക്കുന്നുണ്ട്. സ്വതന്ത്രർക്കിടയിൽ ട്രംപ്
ട്രംപിന്റെ അംഗീകാരത്തിൽ കുത്തനെ ഇടിവ് സംഭവിക്കുന്നത് സാമ്പത്തിക ഉത്കണ്ഠ മൂലമാണെന്നാണ് ലണ്ടനിലെ യൂണിവേഴ്സിറ്റി കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് അസോസിയേറ്റ് പ്രൊഫസറും സെന്റർ ഓഫ് US പൊളിറ്റിക്സിന്റെ ഡയറക്ടറുമായ തോമസ് ഗിഫ്റ്റ് പറഞ്ഞത്. ആഗോള വ്യാപാര വ്യവസായത്തോടുള്ള അദ്ദേഹത്തിന്റെ സമീപനം സാമ്പത്തിക വിപണികളിൽ വലിയ ആഘാതങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. പണപ്പെരുപ്പം വർദ്ധിപ്പിക്കുകയും പല സാമ്പത്തിക വിദഗ്ധരുടെയും കണ്ണിൽ മാന്ദ്യം എന്ന ഭയാനകമായ ചിന്തയ്ക്ക് അത് അടിത്തറയിട്ടെന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും ട്രംപിന്റെ ജനപ്രീതി കുറഞ്ഞു വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട ഘടകം അദ്ദേഹം ഏറ്റവും കൂടുതൽ പരിഗണന നൽകുന്ന അതേ കാര്യം തന്നെയാണ്. അതെ, അത് സാമ്പത്തികമാണ്. എന്താണ് ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ നിലപാട്? എന്തുതന്നെയായാലും കമന്റ് ചെയ്യുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.